എന്താണ് ചിക്കൻ 65 ആണോ? ചിക്കൻ 65 സംസുന് ബജ്ജി കട അതാണ്. ചേട്ടാ 2 ചായ. ചായ റെഡി. എന്താണ് ചിക്കൻ 65 ആണോ? ചിക്കൻ 65. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഈ ചായക്കട വന്നിട്ട് എന്തിനാണ് ഇവിടെ കയറി ഇവരുടെ അടുക്കളയിലേക്ക് കയറി നമ്മൾ പാചകം ചെയ്യുന്നത്. കാരണമുണ്ട്, ഇത് നമ്മുടെ സ്വന്തം ചായക്കടയാണ്. അല്ല, ഞാൻ ഇടയ്ക്ക് വരുമ്പോ ചിക്കനൊക്കെ വറക്കാറുണ്ടല്ലോ. ഓ, ഇപ്പൊ ഞാൻ ചിക്കൻ വറുക്കുന്നതിന് അഹല്യ വറുത്ത ചിക്കൻ കഴിക്കുന്നോട് ആൾക്കാർ വരുമല്ലോ. അതാ ഓക്കെ. അപ്പൊ ഇത് കടിയാമ്പുഴ പാട്ടിന് തൊട്ടടുത്തുള്ള നമ്മുടെ തിലാപ്പൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ, നമ്മുടെ സ്വന്തം തിലാപ്പൻ, നമ്മുടെ സംസ്കൃതയുടെ കൂടെ. അതെ, സംസ്കൃതത്തെ കുറിച്ചൊക്കെ നമ്മുടെ പല വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടാവും. നമ്മുടെ വീട്ടിലൊരാൾ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കിടിലൻ ബജ്ജികളുണ്ട്. മുട്ട ബജ്ജി, ഉള്ളി ബജ്ജി, കായ ബജ്ജി, പിന്നെന്താ ബോണ്ട, മസാല ബോണ്ട ഇവിടുത്തെ ഹിറ്റ് ആയിട്ടുമാണ്. അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ പഴംപൊരി, പരിപ്പുവട, കുറച്ചില്ല അതൊക്കെ ഉണ്ട്. ഉള്ളിവട എന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ മെയിനായിട്ട് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഇത് ചിക്കൻ 65. കുനുകുനാന്നറിഞ്ഞ ചിക്കൻ നല്ല മുരിമുരാന്ന് വറുത്ത് കിട്ടും. അതെ. അപ്പോൾ ചിക്കൻ ആയോ സംസ്കൃത? ആവാറായി. ആവട്ടെ. വെരി ടേസ്റ്റി. നമ്മുടെ സ്വന്തമായിട്ട് തള്ളു വന്ന് പലരും വിചാരിക്കും. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ബജ്ജി കഴിച്ച് നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ബജ്ജി കഴിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. കാരണം നമ്മൾ ഈ ഒരു രുചിയോട് നമ്മൾ അഡാപ്റ്റ് ആയി. ഇപ്പോൾ എത്ര വർഷമായി സംശയം നമ്മൾ തുടങ്ങിയിട്ട്? 3 വർഷമായി. അപ്പോൾ ഈ 3 വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഈ എരിവുകാരൊക്കെ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ജില്ലയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നാണ് ചായ കുടിക്കുന്നത്. അതെ. പിന്നെ ഫോണിൽ വരെ ഓർഡർ കിട്ടും. ഫോണിൽ കൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ കടയെ കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവം എനിക്ക് പറയാനുണ്ട്. ഞാനൊരു ദിവസം ഇവിടെ കടയിൽ നിന്ന് ഫുൾ ഡേ ചായ അടിച്ചായിരുന്നു. അല്ല ഏട്ടാ, ഫുൾ ഡേ അല്ല, ഫുൾ ഡേ എന്നൊക്കെ തള്ളി നമ്മുടെ ചിക്കൻ കോരിക്കൊണ്ട് ഞാൻ തള്ളാം. ഓക്കെ. അപ്പോൾ ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് ഷംസേട്ടൻ്റെ വൈഫ് ബാത്റൂമിലൊന്ന് വീണു. അപ്പോഴേക്ക് ഷംസേട്ടൻ പോകണമായിരുന്നു. അപ്പം ഞാൻ ചേട്ടനോട് വെറുതെ കാറിൽ, അപ്പോൾ ചേട്ടനെ ഫോൺ ചെയ്ത് പറഞ്ഞു ഇതുപോലെ ഷംസുവിനെ ഒന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ കാറെടുത്ത് വന്നപ്പോൾ ഓൾറെഡി കട തുറന്നു, കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിൽ വെച്ചു. അപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഇവിടെ വന്നിട്ട് നോക്കാൻ പറഞ്ഞ് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വന്നിട്ട് ചായ, ഒരു മീഡിയം ചായ, മധുരം കുറച്ച്, മധുരം കൂട്ടി ചായ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്തൽ മനസ്സിലാവും ഗൈസ്. എനിക്ക് ഇവിടെ വന്നാൽ കൈയൊക്കെ ഇവിടെയാണ് പാടുണ്ട്. ഞാൻ ഒരു വിധത്തിൽ കൈയൊക്കെ എത്തി ഒരു 10, 20, 25 ചായയൊക്കെ ഞാൻ വിറ്റു. അപ്പം ഞാൻ അത് രണ്ടും കൂടെ ഈ ഭയങ്കര പാടാണ്. മാത്സ് അറിയണം, നല്ല സ്പീഡ് വേണം. ആൾക്കാരൊന്നും പടപെടാൻ ചായ. അവസാനം കടിയൊക്കെ തന്നപ്പോൾ ഞാൻ പിന്നെ ഉള്ളിവട ഇട്ടു. ഉള്ളിവട ഇട്ടപ്പോൾ പറ്റിയപ്പോൾ എൻ്റെ ഈ കയ്യിൽ കിട്ടണമെന്ന് വാരിയിട്ട്. അപ്പം ഷംസേട്ടൻ്റെ ഇരുന്ന് ഒരു വട അത്ര ഇല്ല. പിന്നെ ഞാൻ 2 വട കൊടുക്കേണ്ട കഷ്ടക്കച്ചവടം ആണെങ്കിലും ഞാൻ കച്ചവടം ചെയ്തു. ഒരു 2 മണിക്കൂർ ഞാൻ നല്ല ഉഷാറായിട്ട് കച്ചവടം ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതും കൂടെ പറയുവാണ് ഇപ്പോൾ. സോ നമ്മുടെ ചിക്കൻ 65 റെഡിയായി. ഇങ്ങനെ ആക്കിയിട്ട് പ്ലേറ്റിലോട്ട് ഇട്ടാൻ കഴിക്കാൻ പോവാം. കാണിച്ചു തരാം. ഈ ചായയും ചിക്കൻ 65 തമ്മിൽ വല്ല ഒരു കോമ്പിനേഷൻ അല്ലെന്നൊക്കെയാണ് ഞാൻ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അല്ല, ചായയും ചിക്കൻ 65 നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചായയും ചിക്കൻ 65 കഴിക്കാറുണ്ട്. ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തായാലും ഈ കട നമ്മുടെ സ്വന്തം കടയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഓഡിയൻസ് ഇതിലൊക്കെ പാസ് ചെയ്ത് വൈറ്റിലേക്ക് പോകുമ്പോഴും അപ്പം തിരിച്ചൊക്കെ വരുമ്പോൾ ഈ കട കാണുവാണെങ്കിൽ ഒരു ചായ, നല്ല കിടിലൻ ചായയാണ്. ചായയും വടയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് പോവുക. കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ഞാൻ ചിക്കൻ കഴിക്കാം.
അപ്പോൾ നമ്മുടെ ഈ കട വളരെ പെട്ടെന്ന് തുടങ്ങിയൊരു സംഭവം കേട്ടോ. ഇത് നമ്മളിപ്പോൾ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ, നമ്മുടെ അച്ഛൻ്റെ അനിയൻ തിലാപ്പൻ ഓൾറെഡി ഗ്യാസ് ഏജൻസിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഷംസ് ചേട്ടൻ തിലാപ്പൻ്റെ ഒരു പരിചയക്കാരനാണ്. കൊറോണ കാലത്ത് ആളുടെ ജോലിയൊക്കെ പോയി ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് പുള്ളി ഇതുപോലെ നന്നായി കുക്ക് ചെയ്യുമെന്നറിയാം. അപ്പോൾ പുള്ളിനെ എങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്നാൽ നമുക്കൊരു ബജ്ജിക്കട ഇട്ടാലോ. അപ്പം ഷംസ് ചേട്ടനൊരു ജോലിയാകും, നമുക്ക് ദിവസവും ഒരു എമൗണ്ട്, ഒരു സൈഡ് ബിസിനസ് പോലെ ഒരു എമൗണ്ട് റേസ് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു പരീക്ഷണാർത്ഥം തുടങ്ങിയതാണ്. ഇപ്പം 3 വർഷമായി വളരെ സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബജ്ജികളാണ്. എന്തായാലും നിങ്ങൾ ഇതിലെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ ആ ലൊക്കേഷൻ ഒന്നും കൂടെ പറയാം. നമ്മൾ കണിയാമ്പുഴ പാലം, വയറ്റിലേക്ക് അടുത്തുള്ള കണിയാമ്പുഴ പാലത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കട വരുന്നത്. അപ്പോൾ നിങ്ങൾ എരൂര് പോകുന്നവർ, വയറ്റിൽ നിന്ന് വരുന്നവർ, വയറ്റിലേക്ക് പോകുന്നവർക്കൊക്കെ വളരെ ആക്സസബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. അതിൻ്റെ ഒരു കാര്യം പറയാൻ പറ്റും. സാധാരണ നമ്മൾ പൊതുവെ ഇതുപോലുള്ള ചെറിയ കടകളിൽ പേപ്പർ ഗ്ലാസ്സിലാണ് ചായ കിട്ടുന്നത്. പക്ഷെ നമ്മളിവിടെ സ്റ്റീൽ ഗ്ലാസ്സിലാണ് കൊടുക്കുന്നത്. സ്റ്റീൽ പാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ നല്ല ചൂടായിട്ടിരിക്കും. നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് പതിയെയൊക്കെ ചായ കുടിച്ചാൽ നല്ല ചൂടായിട്ട് തന്നെ ചായ കുടിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി ചായക്കടയും അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ചായ കുടിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.